ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. വീണ്ടും ഈ ആഴ്ചയിൽ നമ്മൾ ഒരുമിച്ച് കർത്താവിൻ്റെ വചനം ധ്യാനിക്കത്തക്കണം. കർത്താവ് സാവകാശം തന്നതിനായി ഞാൻ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവിൻ്റെ കൃപ ഇന്നയോളം ഇത്രത്തോളം നമ്മളെ നടത്തി കൃപയിൽ നമ്മളെ നിലനിർത്തിയിരിക്കുന്നതിനായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യും. നമ്മളാകുന്നത് കൃപയാലാണ്. കർത്താവിൻ്റെ തെരഞ്ഞെടുപ്പ് വചനത്തിൽ പറയുന്നത്, നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തതല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തതാണ്. കർത്താവ് നിങ്ങളെ എന്നെ തിരഞ്ഞെടുത്തു. അതാ നിങ്ങളുടെയും എൻ്റെയും വലിയ സന്തോഷം, വലിയ ഭാഗ്യമെന്ന് പറയുന്നത്. കർത്താവ് അവൻ്റെ മക്കളായി തീരാനായിട്ട്, അതായത് അവനുള്ള അവകാശവും അധികാരവും മുഴുവൻ ഷെയർ ചെയ്യാനായിട്ട്, നമ്മളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് നമ്മളെ അവൻ തിരഞ്ഞെടുത്തു. അവനുള്ള മഹത്വം, അവൻ്റെ ഗ്ലോറി, അവൻ്റെ അധികാരം, അവനിലുണ്ടായിരുന്നത് എല്ലാം 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 ഷെയർ ചെയ്യാനായിട്ട്. നമ്മൾ മക്കളാണെങ്കിൽ അവകാശികളും ആണെന്ന് ബൈബിൾ പറയുന്നു. അപ്പോൾ ആ അവകാശം നമുക്ക് തരാനായിട്ട് കർത്താവ് നമ്മളെ തിരഞ്ഞെടുത്തു. എത്ര വലിയൊരു കാര്യമാണ്! നമുക്കൊരിക്കലും പ്രതീക്ഷിക്കാൻ പറ്റുന്നൊരു കാര്യമല്ല അത്. പക്ഷേ അവൻ്റെ ഫേവർ, അവൻ്റെ ഗ്രേസ്, അവൻ്റെ തിരഞ്ഞെടുപ്പ്, അത് നമുക്ക് വിവരിക്കാവുന്നതിനപ്പുറത്ത്. ആ തിരഞ്ഞെടുക്കപ്പെട്ട പദവിയിലേക്ക് എന്ന് പറഞ്ഞാൽ, ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളവർക്ക് ഞങ്ങളങ്ങനെ കർത്താവിനെ തിരഞ്ഞെടുക്കപ്പെട്ട ആളൊന്നുമല്ല. ആ തിരഞ്ഞെടുപ്പുള്ളത് കൊണ്ടാണ് നിങ്ങളിപ്പോൾ ഈ ടിവിയുടെ മുമ്പിൽ നിങ്ങളിരിക്കുന്നത്. ഈ പ്രോഗ്രാം നിങ്ങൾ കാണാനുള്ള കാരണം തന്നെ കർത്താവ് നിങ്ങളെ തിരഞ്ഞെടുത്തു എന്നുള്ളതാണ്. അവൻ നിങ്ങളിലൊരു വിടുതലിനായിട്ട്, നിങ്ങളെ അനുഗ്രഹിക്കാനായിട്ട്, നിങ്ങളെ മാനിക്കാനായിട്ട് കർത്താവ് തിരഞ്ഞെടുത്തിരിക്കുക. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ പ്രോഗ്രാം നിങ്ങൾക്ക് കാണാനായിട്ട് ദൈവം ഒരു അവസരം തന്നത്. അത് എന്ന് പറഞ്ഞാൽ ഈ പ്രോഗ്രാമിന് എന്തെങ്കിലും പ്രത്യേകത ഉള്ളത് കൊണ്ടല്ല ഞാൻ പറയുന്നത്. ഞാൻ പറയുന്ന യേശു, ആ കർത്താവ് നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടാണ്. ആ യേശു ക്രിസ്തു നിങ്ങളുടെ അരികിലുണ്ട്, നിങ്ങളെ സ്നേഹിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ പരിവർത്തനം, ഒരു വലിയ മാറ്റം, നിങ്ങളൊരു അനുഗ്രഹിക്കപ്പെട്ട പാത്രമായിട്ട് മാറാനായിട്ട് കർത്താവ് ആഗ്രഹിക്കുക. അപ്പോൾ ഇതിലേക്ക്, ആ വലിയ മഹത്വത്തിലേക്ക് അവൻ നിങ്ങളെ സ്വാഗതം ചെയ്യുക. അധ്യായ മഹത്വത്തിലേക്ക്, ഗ്രേറ്റർ ഗ്ലോറി, വലിയ മഹത്വത്തിലേക്ക്, ഈവൻ ഗ്രേറ്റർ ഗ്ലോറി, വലിയ അധ്യായം മഹത്വത്തിലേക്ക്. ഒരു മാനുഷികമായ ഈ പരിമിതികളുടെ അകത്ത് നിൽക്കുന്ന ഒരു അവസ്ഥയിൽ നിന്നും പരിമിതികളെ എല്ലാം തകർക്കുന്ന, സാഹചര്യങ്ങളും ശരീരവും സാമ്പത്തിക ഘടനയും ഒക്കെ വരുത്തിയതായ പരിമിതികളെ മുഴുവൻ തകർക്കുന്ന ആ മഹത്വകരമായ ഒരു ജീവിതത്തിലേക്ക് കർത്താവ് നിങ്ങളെ ക്ഷണിക്കുന്നത്. കർത്താവ് നിങ്ങളെ തിരഞ്ഞെടുത്തത് ആ വലിയ മഹത്വകരമായ ഒരു ജീവിതത്തിലായിക്കട്ടെ. പ്രിയപ്പെട്ട എഫേസ്യ ലേഖനത്തിൽ, ഞാൻ എഫേസ്യ ലേഖനത്തിലെ ഒരു വാക്യം വായിക്കാൻ ആഗ്രഹിക്കുന്നു. എഫേസ്യ ലേഖനം അതിൻ്റെ 4-ാമത്തെ അധ്യായം, 22, 23, 24 വാക്യങ്ങൾ. മുമ്പിലത്തെ നടപ്പ് സംബന്ധിച്ച് അതിമോഹങ്ങളാൽ വഷളായി പോകുന്ന പഴയ മനുഷ്യനെ ഉപേക്ഷിച്ച് നിങ്ങളുടെ ഉള്ളിലെ ആത്മാവ് സംബന്ധിച്ച് പുതുക്കം പ്രാപിച്ച് സത്യത്തിൻ്റെ ഫലമായ നീതിയിലും വിശുദ്ധിയിലും ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതു മനുഷ്യനെ ധരിച്ചുകൊള്ളുവിൻ. മുമ്പിലത്തെ നടപ്പ് സംബന്ധിച്ച് ചതിമോഹങ്ങളാൽ വഷളായി പോകുന്ന പഴയ മനുഷ്യനെ ഉപേക്ഷിച്ച് നിങ്ങളുടെ ഉള്ളിലെ ആത്മാവ് സംബന്ധിച്ച് പുതുക്കം പ്രാപിച്ച്. ഇവിടെ പൗലോസ് നമ്മളെ ഓർപ്പിക്കുന്ന ഒരു കാര്യം, നിങ്ങളുടെ ഉള്ളിലെ മനുഷ്യൻ, ആത്മാവ് സംബന്ധിച്ച്. നമ്മുടെ വീട്ടിൽ ഒരു പുതിയ ഫർണിച്ചർ വാങ്ങിച്ചുകൊണ്ട് വന്നാൽ നമുക്കൊരു വലിയ സന്തോഷമാണ്. നമുക്ക് ഇഷ്ടപ്പെട്ടതായ ഒരു ഫർണിച്ചർ, എന്തോ സംതിങ് നമ്മുടെ വീട്ടിലത് വാങ്ങിച്ചു, പർച്ചേസ് ചെയ്ത് നമ്മുടെ വീട്ടിൽ കൊണ്ടുവന്നിട്ട് കഴിയുമ്പോൾ നമുക്ക് വലിയ സന്തോഷമാണ്. നമ്മളൊരു മനോഹരമായൊരു വീട് പണിതാൽ അത് നമുക്ക് വലിയ സന്തോഷമാണ്. അത് മറ്റുള്ളവരെ കാണിക്കാനൊക്കെ നമ്മൾ സന്തോഷമുള്ളവരാണ്. നമുക്കൊരു പുതിയ വാഹനം കിട്ടിയാൽ അത് നമ്മളതിനകത്ത് വലിയ സന്തോഷമാണ്. നമുക്കൊരു കുഞ്ഞ് ജനിക്കുമ്പോൾ നമുക്കത് വലിയ സന്തോഷമാണ്. ഭൗതികമായ ചില കാര്യങ്ങളിലൊക്കെ നമ്മളെന്തെങ്കിലും പുതിയതൊന്ന് പ്രാപിക്കുമ്പോൾ, ഉയർച്ച പ്രാപിക്കുമ്പോൾ, നമ്മുടെ ഹൃദയത്തിലെ ഒരു ആഗ്രഹമാണ് എങ്ങനെയെങ്കിലും അത് മറ്റുള്ളവരെല്ലാവരും അറിയണം, അതെൻ്റെ ഒരു സന്തോഷമാണ്,
അതൊരു നന്മയാണെന്നൊരു ചിന്ത, അത് നമുക്കൊരു ഒരു സന്തോഷം തരുന്ന കാര്യം. അത് മറ്റുള്ളവരോട് പറയുക എന്ന് പറയുന്നത്. എന്നാൽ ഇവിടെ പൗലോസ് പറയുന്ന ഒരു കാര്യം, നിങ്ങളുടെ പുറമേ ഉള്ള കാര്യങ്ങളിൽ വരുന്ന സന്തോഷം, അല്ലെങ്കിൽ നിങ്ങൾ പുതിയതൊരു വസ്തു വാങ്ങിക്കുമ്പോൾ, ഒരു ഭവനം പണിയുമ്പോൾ, ഒരു തലമുറ, ഒരു കുഞ്ഞ് ജനിക്കുമ്പം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നന്മ നിങ്ങൾക്ക് ഭൗതികമായിട്ട് ലഭിക്കുമ്പോൾ ഉള്ളതിനേക്കാളും പ്രാധാന്യത്തോടെ ഇവിടെ പൗലോസ് പറയുന്ന ഒരു കാര്യം, നിങ്ങളുടെ അകത്തെ ആത്മാവ് സംബന്ധിച്ച്, നിങ്ങളിലെ അകത്തെ ആത്മാവ് സംബന്ധിച്ച് പുതുക്കം പ്രാപിക്കുക. നിങ്ങളുടെ അകത്തെ ആത്മാവിന് വേണ്ടിയുള്ളത് ചിലത് നിങ്ങൾ സമ്പാദിച്ച്, നിങ്ങളുടെ അകത്തെ മനുഷ്യനെ ബലപ്പെടുത്തി, നിങ്ങളുടെ അകത്തെ ആത്മാവിനെ ബലപ്പെടുത്തി, അതിലൊരു പുതുക്കം എന്ന് പറഞ്ഞാൽ വചനത്തിൽ യെശയ്യാപ്രവചന പുസ്തകത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, യഹോവയ്ക്ക് കാത്തിരിക്കുന്നവരുടെ ശക്തിയെ പുതുക്കും. കാത്തിരിക്കുന്നവരും, സാധാരണ മനുഷ്യനെ സംബന്ധിച്ച് കാത്തിരിക്കുന്നവരും അവൻ്റെ ബലം ക്ഷയിക്കുക ചെയ്യുന്നു. കാത്തിരിക്കുന്നവരും വീട് വിട്ട് ഇറങ്ങിപ്പോയ ഒരു മകനോ, ഇല്ലെങ്കിൽ ആരെങ്കിലും ഒരാൾ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി, ഒളിച്ചോടിപ്പോയി, നഷ്ടപ്പെട്ടു പോയി, വേറെ അഡ്രസ്സ് ഒന്നുമില്ല, എവിടെയാണെന്ന് അറിയത്തില്ല. നമ്മൾ ഒരു മാസം വെയിറ്റ് ചെയ്തും വരുമായിരിക്കും, 2 മാസം വെയിറ്റ് ചെയ്തു, 3 മാസം വെയിറ്റ് ചെയ്തു, 1 വർഷം 2 വർഷം ആകുമ്പോൾ ലാസ്റ്റ് പറയും മിക്കവാറും എന്തെങ്കിലും സംഭവിച്ച് കാണും ആ വ്യക്തിക്ക്, ഇനി മടങ്ങി വരത്തില്ല. കാത്തിരിപ്പ് അതിൻ്റെ കാലഘട്ടം വർദ്ധിക്കുന്നതോറും മനുഷ്യനിൽ ഉണ്ടാകുന്ന കാര്യമെന്ന് പറയുന്നത് അവൻ നിരാശനായിപ്പോൾ ഗിവപ്പ് ചെയ്യും, വിട്ടുകൊടുക്കും, മതിയെന്ന് പറയും, ഇനി ഒരു രക്ഷയുമില്ലാന്നൊരു ഒരു അവസ്ഥയിലേക്ക് മനുഷ്യൻ എത്തിച്ചേരും. അപ്പോൾ അങ്ങനെ മനുഷ്യൻ്റെ ജീവിതത്തിനകത്ത് അവനുണ്ടാകുന്ന ആ കാത്തിരിപ്പ് അവനിൽ പലപ്പോഴും നിരാശയും പരാജയഭീതിയും അവനെ മതിയാക്കുന്ന, അവൻ്റെ പ്രത്യാശ അത് മതിയാക്കുന്ന നിലയിലേക്ക് മനുഷ്യനായി തീരുമ്പോൾ, ഇവിടെ വചനം പറയുന്നത് അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് നിങ്ങൾ പുതുക്കം പ്രാപിക്കുക. ഓരോ ദിവസമാകുമ്പോൾ നിങ്ങൾ പ്രായമാകുക അല്ല ചെയ്യുന്നത്, നിങ്ങൾ പുതുക്കം പ്രാപിക്കുക. നിങ്ങളുടെ അകത്തെ ആത്മാവ് സംബന്ധിച്ച് പുതുക്കം, ഓരോ ദിവസവും നിങ്ങൾ പുതുമ കാണുക, ഓരോ ദിവസവും നിങ്ങൾ സന്തോഷിക്കുക, നിങ്ങൾ സ്ട്രോങ് ആകുക. ഓരോ ദിവസവും നിങ്ങളുടെ ജീവിതത്തിലെ പ്രോബ്ലം, ഓരോ ദിവസവും നിങ്ങളുടെ ജീവിതത്തിലെ പ്രതികൂലം, അല്ലെങ്കിൽ നിരാശ, പ്രതിസന്ധി, എന്തോ സംതിങ് ജീവിതത്തിൽ വരുമ്പോഴെല്ലാം അവൻ നിരാശപ്പെട്ട് താഴേക്ക് പോവുക അല്ല ചെയ്യുന്നത്. നിങ്ങളിലെ അകത്തെ ആത്മാവ് സംബന്ധിച്ച് നിങ്ങൾ പുതുക്കം, ഒരു പുതുക്കം, ഇത് ഓരോ ദിവസം ആകുമ്പോഴും നിങ്ങളുടെ ആ ബലം വർദ്ധിക്കുക. അതാ വചനത്തിൽ പറയും, നിങ്ങളുടെ ഉള്ളിലെ ആത്മാവ് സംബന്ധിച്ച് പുതുക്കം പ്രാപിച്ച്, നിങ്ങൾ രോഗത്താൽ നിങ്ങൾ ഭാരപ്പെട്ടിട്ട് ദിവസങ്ങളായി കാത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, മാസങ്ങളായിട്ട് ഇല്ലെങ്കിൽ വർഷങ്ങളായിട്ട് നിങ്ങൾ കിടക്കുക. നിങ്ങളുടെ ശരീരം നിർജീവമായി പോകുന്നുവെന്ന് നിങ്ങൾക്കൊരു പക്ഷെ തോന്നാം. എന്നാൽ നിങ്ങളുടെ അകത്തെ ആത്മാവ് സംബന്ധിച്ച് നിങ്ങൾ ബലം പ്രാപിക്കും. നിങ്ങളുടെ അകത്തെ ആത്മാവിലെ ബലം, ആ പുതുക്കം, അകത്തെ ആത്മാവിലുണ്ടാകുന്ന പുതുക്കം, അത് പുറമേയുള്ള മനുഷ്യനിലും വെളിപ്പെട്ടിട്ട് പുറമേയുള്ള ശരീരത്തിനകത്തും ജീവനായിട്ട്, ചൈതന്യമായിട്ട്, ശക്തിയായിട്ടത് മാറും. ആ പുതുക്കം, ആ പുതിയ ബലം, ആ പുതുക്കം, അത് ഇങ്ങനെ പറയുന്നത്, അത് വന്നു കഴിയുമ്പോൾ അകത്തെ ആത്മാവ് സംബന്ധിച്ച് നിങ്ങൾ ബലപ്പെടുമ്പോൾ നിങ്ങൾ പുതുക്കം പ്രാപിച്ച് സത്യത്തിൻ്റെ ഫലമായ നീതിയിലും വിശുദ്ധിയിലും. അപ്പം സത്യത്തിൻ്റെ ഫലം, ഇവിടെ വിശുദ്ധി എന്ന് പറയുന്നതും നീതി എന്ന് പറയുന്നതും സത്യത്തിൻ്റെ ഫലമാണ്. സത്യമുള്ള ഒരു വ്യക്തിക്ക് മാത്രമേ വിശുദ്ധി ജീവിതത്തിൽ നിലനിർത്താൻ പറ്റത്തുള്ളൂ. സത്യമുള്ള ഒരു വ്യക്തിക്ക് മാത്രമേ ആ വ്യക്തിക്ക് നീതി നിലനിൽക്കാൻ പറ്റത്തുള്ളൂ. സത്യം എന്ന് പറയുമ്പോൾ റിയാലിറ്റി, സത്യം, ട്രൂത്ത്. എന്താണ് ട്രൂത്ത്? യാഥാർത്ഥ്യം. എന്താണ് സത്യം? നിങ്ങളുടെ അകത്തെ ആത്മാവ് സംബന്ധിച്ച് ബലപ്പെടണമെങ്കിൽ യേശുവിൻ്റെ ഫലമായി യേശുവാകുന്ന സത്യം, ആ സത്യമാണ്, ആ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള അറിവാണ് നിങ്ങളുടെ അകത്തെ ആത്മാവിന് പുതുക്കം തരുന്നത്. എങ്ങനെയാണ് അത് പുതുക്കം തരുന്നത്? നിരാശയുടെ സാഹചര്യങ്ങളാണ് ചുറ്റിലുമുള്ളത്. എന്നാൽ മരിച്ച്, മരണത്തെ ജയിച്ച്, മരണത്തെയും
പാപത്തെയും പിശാചിനെയും എല്ലാ നരകയാതനകളെയും മേലും. ഹല്ലേലൂയ. ചിലർ പറയാറുണ്ട് എൻ്റെ വീടൊരു നരകമാണ്. ചിലർ പറയാറുണ്ട് ഹല്ലേലൂയ എൻ്റെ ജീവിതം ഒരു നരകതുല്യമാണ്. എന്നാൽ ഇവിടെ വചനത്തിൽ പറയുന്നു അതിനെ എല്ലാം ജയിച്ചുയർത്തുന്ന കർത്താവിനെ കുറിച്ച് നിങ്ങൾ ധ്യാനിക്കാൻ തുടങ്ങുമ്പം സത്യത്തിൻ്റെ ഫലമായി, സത്യം എന്താണ് സത്യം? യേശു ക്രിസ്തു നിങ്ങൾക്കായി മരിച്ച് ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നു, അത് സത്യമാണ്. ആ യേശു ഇന്ന് നിങ്ങളിൽ വസിക്കുന്നു എന്ന് പറയുന്നത് സത്യമാണ്. ആ സത്യമാണ് നിങ്ങളുടെ അകത്ത് വിശുദ്ധി തരുന്നത്, നിങ്ങളിൽ വിശുദ്ധി തരുന്നത്, നിങ്ങൾക്ക് നീതി തരുന്നത്. അതായത് സത്യത്തിൻ്റെ ഫലമായിട്ടുള്ള, അതിൽ നിങ്ങളുടെ പ്രവൃത്തിയുടെ ഫലമായിട്ടുള്ള നീതി അല്ലിത്, നിങ്ങളുടെ പ്രവൃത്തിയുടെ ഫലമായിട്ട് ലഭിക്കുന്ന വിശുദ്ധി അല്ലിത്, സത്യത്തിൻ്റെ ഫലമായിട്ട്. സത്യം എന്താ? യേശു നിങ്ങൾക്ക് വേണ്ടി മരിച്ചു ഉയർത്തെന്നിട്ട് ജീവിക്കുന്നുള്ള സത്യം. ആ സത്യം നിങ്ങൾ അറിയും. ആ സത്യത്താൽ നിങ്ങൾക്ക് വരുന്ന വിശുദ്ധി, അതുകൊണ്ട് വരുന്ന നീതി, നിങ്ങളുടെ പ്രവൃത്തിയാൽ ഉണ്ടാകുന്ന നീതി അല്ല ഇവിടെ പറയുന്നത്. നിങ്ങൾ ദാനധർമ്മങ്ങളിലൂടെ ലഭിക്കുന്ന നീതി അല്ല ഇവിടെ പറയുന്നത്. ഒരാളോട് ക്ഷമ പറയുമ്പോൾ, ഇല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ചെയ്തു തീർക്കുമ്പോൾ, എന്തോ ഒരു കാര്യത്തിന് പരിഹാരമായിട്ട്, പ്രായശ്ചിത്തമായിട്ട് എന്തൊക്കെയോ നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങളിൽ ഉണ്ടാകുന്ന നീതിയെക്കുറിച്ചല്ല ഇവിടെ പറയുന്നത്. സത്യം മുഖാന്തരം, സത്യം, ആ സത്യത്തിലൂടെ നിങ്ങൾക്കുണ്ടാകുന്ന നീതി. നിങ്ങൾക്ക് പ്രവൃത്തിയാൽ നീതി പ്രാപിക്കാൻ പറ്റത്തില്ല. വചനം നമ്മുടെ പ്രവൃത്തിയെല്ലാം, അവൻ്റെ നീതി പ്രവൃത്തിയാൽ അവൻ്റെ മുമ്പിൽ കറപുരണ്ട തുണി പോലെയാണ്, വസ്ത്രം പോലെയാണ്. അപ്പോൾ നമ്മുടെ പ്രവൃത്തി അല്ല നമ്മളെ നീതീകരിക്കുന്നത്. നമ്മുടെ ചിന്തകളും നമ്മുടെ പ്രവർത്തനങ്ങളല്ല നമ്മളെ നീതിയിലേക്ക് കൊണ്ടുവരുന്നത്. സത്യത്തിൻ്റെ ഫലമാണ് നീതി. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ നീതി ഉണ്ടാകുന്നത് എങ്ങനെയാണ്? സത്യത്തിൻ്റെ ഫലമായിട്ടാണ്. സത്യം എന്താ? യേശു ക്രിസ്തു നിങ്ങളുടെ പാപത്തിനുവേണ്ടി മരിച്ചു ഉയർത്തെന്നിട്ട് ഇന്ന് ജീവിക്കുക. പ്രിയപ്പെട്ടവർ, നിങ്ങൾക്ക് ആ സത്യം അറിയാം. പക്ഷെ അത് അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടോ? സത്യമായിട്ട് നിങ്ങൾ സ്വീകരിച്ചിട്ടുണ്ടോ? നിങ്ങളത് സ്വീകരിക്കുമ്പോൾ, നിങ്ങളതിനെ വിശ്വസിച്ച് നിങ്ങളിലേക്ക് അതിനെ റിസീവ് ചെയ്യുമ്പോൾ, അതിനെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്രായോഗിക തലത്തിലേക്ക് നിങ്ങൾ എത്തിക്കുമ്പോൾ, അവിടെയാണ് നിങ്ങൾ നീതീകരിക്കപ്പെടുന്നത്. അപ്പോൾ ഞാനും നിൽക്കുന്ന നീതി നമ്മുടെ പ്രവൃത്തിയുടെ നീതിയല്ല, സത്യത്തിൻ്റെ ഫലമായ നീതി. അപ്പോൾ നമ്മൾ നീതീകരിക്കപ്പെട്ട എങ്ങനെയാണ്? സത്യം മുഖാന്തരമാണ്. നമ്മുടെ പ്രവൃത്തിയാലല്ല നമ്മൾ നീതീകരിക്കപ്പെട്ടിരിക്കുന്നത്. നമ്മുടെ കഴിവുകൊണ്ടല്ല നമ്മൾ നീതീകരിക്കപ്പെട്ടിരിക്കുന്നത്. നമ്മുടെ നടപ്പ് സംബന്ധിച്ചല്ല നമ്മൾ നീതീകരിക്കപ്പെട്ടിരിക്കുന്നത്. സത്യത്തിൻ്റെ ഫലമായി. നമ്മുടെ ജീവിതത്തിൽ ഈ സത്യത്തെക്കുറിച്ചുള്ള അറിവ് അത് നിങ്ങളിലും എന്നിലും നീതിയെ വർദ്ധിപ്പിച്ച് തരുന്നതാണ്. അത് നീതിയെ വിളങ്ങുമാറാക്കുന്നതാണ്. അകൽ പ്രിയപ്പെട്ട ഇവിടെ എഴുതുന്നൊരു സത്യത്തിൻ്റെ ഫലമായും നീതിയിലും വിശുദ്ധിയിലും ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതു മനുഷ്യനെ ധരിച്ചു കൊള്ളുവിൻ. അതായത് സത്യത്തിൻ്റെ ഫലമായി നീതിയും വിശുദ്ധിയും. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ യാഗത്താലാണ് നിങ്ങൾക്കും എനിക്കും നീതിയും വിശുദ്ധീകരണവും ലഭിച്ചത്. വിശുദ്ധി ഇല്ലാതെ ആർക്കും ദൈവത്തെ കാണാൻ പറ്റത്തില്ല. വിശുദ്ധിയില്ലാതെ ആർക്കും ദൈവത്തിൽ നിന്നൊന്നും പ്രാപിക്കാൻ പറ്റത്തില്ല. വിശുദ്ധി എങ്ങനെ നമ്മൾ പ്രാപിച്ചേ? വിശുദ്ധി എങ്ങനെ നമ്മൾ പ്രാപിച്ചു? നമ്മുടെ യാഗം കൊണ്ടാണോ? നമ്മുടെ സമർപ്പണം കൊണ്ടാണോ? നമ്മുടെ പ്രവൃത്തി കൊണ്ടാണോ? നമ്മളെ ശരീരത്തെ മുറിവേൽപ്പിച്ചത് കൊണ്ടാണോ? ഇല്ല നമ്മുടെ ശരീരത്തെ ദണ്ഡിപ്പിച്ചത് കൊണ്ടാണോ? അല്ല. സത്യത്തിൻ്റെ ഫലമായി യേശു ക്രിസ്തു നിങ്ങൾക്കും എനിക്കും വേണ്ടി ക്രൂശിൽ യാഗമായി തീർന്ന സത്യം, ആ സത്യത്തിൻ്റെ ഫലമായി നമ്മൾ വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുക. ഇന്ന് നമ്മൾ നിൽക്കുന്നത് വിശുദ്ധിയില്ല. ഞാൻ നിൽക്കുന്നത് വിശുദ്ധിയില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഒരുപക്ഷെ പാപത്തിൻ്റെ ആഴത്തിൽ അടിത്തട്ടിൽ പോയി ജീവിതം മുഴുവൻ തകർന്ന് ഈ പ്രോഗ്രാം നിങ്ങൾ കാണുന്നെങ്കിൽ, നിങ്ങളോട് ഞാൻ പറയുന്ന ദൈവവചനം പറയുന്നു, ഞാൻ പറയുന്നില്ല, ഈ കർത്താവിൻ്റെ വചനം പറയുന്ന ട്രൂത്ത്, ഗോസ്പൽ, ഗുഡ് ന്യൂസ്, നിങ്ങളുടെ വിശുദ്ധി നിങ്ങളുടെ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടല്ല, സത്യത്തിൻ്റെ ഫലമാണ്. നിങ്ങൾ അതിനെ ഓർത്ത് വിഷമിക്കണം. നിങ്ങൾ അത് തെറ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾ ആത്മഹത്യ ചെയ്യേണ്ട. ആത്മഹത്യ നിങ്ങളുടെ പ്രശ്നത്തിന് പരിഹാരമല്ല. നിങ്ങൾക്ക് വേണ്ടി മരിച്ചു ഉയർത്തെന്നിട്ട് ജീവിക്കുന്നൊരു കർത്താവുണ്ട്. ആ ട്രൂത്ത്,
അത് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുക. ദാറ്റ്സ് ഓക്കെ. അത് മാത്രം മതി. അപ്പോൾ ഇവിടെ എന്നിട്ട് പറയുന്നത് ആ വിശുദ്ധി നിങ്ങളുടെ പാപത്തിൻ്റെ ബോധത്തെ തന്നെ നിങ്ങളിത് മാറ്റി. നിങ്ങൾ നീതീകരിക്കപ്പെട്ടവരായിട്ട് മാറി. നീതീകരിക്കപ്പെട്ടു. നീതി ആയിരിക്കുന്നത് നിങ്ങൾ റൈറ്റുള്ളവരാണ്. നിങ്ങൾ അവകാശികളായിട്ട് മാറി. അപ്പോഴങ്ങനെ നീതീകരണത്തിലും സത്യത്തിലും നീതിയിലും വിശുദ്ധിയിലും ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട സത്യത്തിൻ്റെ ഫലമായി. അപ്പം സത്യത്തിൻ്റെ ഫലമായിട്ട് നോക്കിയാൽ, നിങ്ങൾ ക്രിസ്തുവിലോട് കൂടെ നോക്കിയാൽ, ക്രിസ്തുവിലൂടെ യേശുവിലൂടെ നിങ്ങളെ നോക്കിയാൽ, നിങ്ങൾ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് ഏതെങ്കിലും ഒരു മാനുഷിക സാദൃശ്യത്തിലല്ല, ദൈവാനുരൂപമായിട്ടാണ് നിങ്ങൾ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. അഥവാ ആദാമിനെ ദൈവം സൃഷ്ടിച്ചപ്പോൾ ദൈവം തൻ്റെ സ്വന്തം സ്വരൂപത്തിലും സാദൃശ്യത്തിലും അവനെ സൃഷ്ടിച്ചു. ദൈവം നൽകിയത് അവനെ തന്നെ സാദൃശ്യവും സ്വരൂപവും മനുഷ്യനെ ദൈവം നൽകിയത്. എന്നാൽ പാപം ചെയ്തപ്പോൾ മനുഷ്യൻ ആ മഹത്വത്തെ നഷ്ടപ്പെടുത്തി. സങ്കീർത്തനത്തിൽ 8-ാം അധ്യായം 5-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, അവൻ പാപനിമിത്തം ദൈവ തേജസ് അവൻ നഷ്ടപ്പെടുത്തി. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ അവൻ തൻ്റെ മഹത്വത്തെയും തേജസ്സും ബഹുമാനവും മനുഷ്യനെ അണിയിച്ചു. സങ്കീർത്തനം 8:5 പറയുന്നു, അവൻ തേജസ്സും ബഹുമാനവും നമ്മളെ അണിയിച്ചു. അങ്ങനെ തേജസ്സും ബഹുമാനവും അണിയിച്ച് നമ്മളെ ദൈവം സൃഷ്ടിച്ചു. എന്നാൽ ആദാമിൻ്റെ അനുസരണക്കേട് നിമിത്തം ആ തേജസ്സും ബഹുമാനവും ദൈവാനുരൂപം നമുക്ക് നഷ്ടപ്പെട്ടു. എങ്കിൽ യേശുക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്നതോടുകൂടെ നമുക്ക് നഷ്ടപ്പെട്ടു പോയ ആ ദൈവ അനുരൂപം, ലൈക്ക്നെസ്, ആ ഇമേജ് നമുക്ക് മടങ്ങി വന്നു. അപ്പോൾ സത്യത്തിൻ്റെ ഫലമായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മളിന്ന് അവൻ്റെ അനുരൂപമായിട്ട്, ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ടവരായിട്ട് നമ്മൾ മാറിയിരിക്കുക. അപ്പം ദൈവത്തിന് അനുരൂപമായിട്ട് നമ്മൾ മാറിയത്, ദൈവത്തിൻ്റെ സാദൃശ്യം നമ്മളിലേക്ക് വന്നത്. അപ്പോൾ ഇന്നും നിങ്ങളും ഞാനും ആയിരിക്കുന്നത് അവൻ്റെ രൂപത്തിലും അവൻ്റെ സാദൃശ്യത്തിലുമാണ്. എങ്ങനെ? സത്യത്തിൻ്റെ ഫലമായി. എന്ത് സത്യം? യേശു നിങ്ങളുടെ അനുസരണക്കേടിനെ ചുമന്ന് ക്രൂശിൽ തീർത്തു. അതായത് നമുക്ക് നഷ്ടപ്പെട്ടുപോയ ദൈവാനുരൂപം, ദൈവത്തിൻ്റെ തന്നെ പ്രതിമയായി ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന യേശു ക്രിസ്തു മൂലം നമുക്ക് നഷ്ടപ്പെട്ടു പോയ പ്രതിച്ഛായ, ദൈവാനുരൂപമായ പ്രതിച്ഛായ, ദൈവാനുരൂപമായ ആ പുതു മനുഷ്യനെ നമുക്ക് വെളിപ്പെടുത്തി നമ്മളിൽ അത് ഉള്ളിലാക്കി തന്നിരിക്കുക. അങ്ങനെ പ്രിയപ്പെട്ടവരെ, പുതുക്കം ഫലമായി നീതിയിലും വിശുദ്ധിയിലും ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതിയ മനുഷ്യനെ നിങ്ങൾ ധരിച്ചുകൊള്ളുക. അപ്പം ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതിയ മനുഷ്യനെ നിങ്ങൾ ധരിച്ചുകൊള്ളുക. ക്രിസ്തുവിനെ ധരിക്കുക. അപ്പം ക്രിസ്തുവിനെ നിങ്ങൾ ധരിക്കണമെങ്കിൽ നമ്മൾ വിശുദ്ധിയും നീതിയും നമ്മളിലുണ്ടാവണം. ഈ വിശുദ്ധിയും നീതിയും നിങ്ങൾ ഉണ്ടാകണമെങ്കിൽ അതിനൊരു മാർഗം, സത്യത്തിൻ്റെ ഫലമായിട്ടാണ് വിശുദ്ധി ഉണ്ടായത്, നീതി ഉണ്ടായത്. ആ ഒരു നീതീകരണം നമ്മളിൽ വന്നതോടുകൂടെ നമുക്കുണ്ടായ ഏറ്റവും വലിയ ഗുണം, ഏറ്റവും വലിയ ബ്ലെസ്സിങ്, നമ്മളെ ക്രിസ്തുവിന് കൂട്ടവകാശികളായിട്ട്, ദൈവത്തോട് അവകാശികളും ക്രിസ്തുവിനോട് കൂട്ടവകാശികളുമായിട്ട് നമ്മൾ മാറി. ആദാമിനെ കുറിച്ച് വചനത്തിൽ എഴുതിയിരിക്കുന്നു, അവൻ ദൈവത്തിൻ്റെ മകൻ. ആദാം ദൈവത്തിൻ്റെ മകൻ. ആദാം ദൈവത്തിൻ്റെ മകൻ എന്ന് പറയും. യേശുവിനെ കുറിച്ച് അവൻ്റെ പുത്രനായ യേശു. നമ്മുടെ ജീവിതത്തിൽ എന്ന് യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവും കർത്താവായിട്ട് സ്വീകരിച്ചോ, അപ്പോൾ നമുക്ക് ലഭിച്ച ആ പുത്രത്വം ദൈവാനുരൂപമായി അവൻ്റെ തന്നെ സൃഷ്ടിയായിട്ട് നമ്മൾ മാറിയിരിക്കുക. അവൻ്റെ തന്നെ പ്രതിച്ഛായായിട്ട് നമ്മൾ മാറിയിരിക്കുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ പ്രിയപ്പെട്ടവർ, യേശുവിൻ്റെ ജീവിതത്തിൽ യേശു ക്രിസ്തു എങ്ങനെ ആയിരുന്നോ അതേ അവസ്ഥയിലാണ് നിങ്ങൾ ഞാനും ആയിത്തീരുക എന്ന് പറയുന്ന സത്യം. അതാണ് നമ്മുടെ ജീവിതത്തിൽ ജയം തരുന്നത്. നമുക്ക്
പിന്നെ യേശുക്രിസ്തുവിൻ്റെ രൂപത്തിൽ, യേശുക്രിസ്തുവിൻ്റെ സാദൃശ്യത്തിൽ, പിതാവായ ദൈവത്തിൻ്റെ തന്നെ സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ട പുതു മനുഷ്യനെ നിങ്ങൾ ധരിക്കുക. പഴയ മനുഷ്യൻ, ആ പഴയ മനുഷ്യന് ഒറ്റ കുഴപ്പമില്ല, അങ്ങനെ പറഞ്ഞ ചതിമോഹങ്ങളാൽ, മുമ്പിലത്തെ നടപ്പ് സംബന്ധിച്ച് ചതിമോഹങ്ങളാൽ വഷളായിപ്പോയി. ചതിയാണ്. അപ്പോൾ സാത്താൻ നിങ്ങളെ തോൽപ്പിക്കാതിരിക്കേണ്ടതിന്, അപ്പം ഈ പഴയ മനുഷ്യൻ്റെ, നിങ്ങൾ കർത്താവിനെക്കുറിച്ചുള്ള അറിവ് നിങ്ങൾക്ക് വരുന്നതിന് മുമ്പോഴാണ് നിങ്ങളുടെ പഴയ മനുഷ്യൻ. ആ പഴയ മനുഷ്യൻ റോങ് ഇൻഫർമേഷൻ കൊണ്ട് ചതിക്കപ്പെടും. എന്നാൽ പുതിയ മനുഷ്യൻ സത്യത്തിൻ്റെ ഫലമായിട്ട് നീതിയിലും വിശുദ്ധിയിലും, അപ്പോൾ ആ സത്യത്തിൻ്റെ ഫലമായിട്ട് നീതിയും വിശുദ്ധിയും നമ്മളിൽ ഉളവായി കഴിഞ്ഞു. അപ്പോൾ ആ നീതി, ആ വിശുദ്ധി, ആ നീതിയും വിശുദ്ധിയും നമ്മൾ ഉളവായി കഴിയുമ്പോൾ നമുക്ക് സംഭവിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ ക്രിസ്തുവിന് അനുരൂപമായിട്ട്, അതായത് നിങ്ങളുടെ ശരീരത്തിൽ ഇന്ന് പാരമ്പര്യമായ ചില രോഗങ്ങൾ നിങ്ങളുടെ ശരീരത്തിൽ ഒരു പക്ഷേ കാണാം. നിങ്ങൾ അത് നിമിത്തം, ആ പാരമ്പര്യ രോഗങ്ങൾ നിമിത്തം ഒരു പക്ഷേ നിങ്ങൾ ഭാരപ്പെടുന്നു. എൻ്റെ അപ്പനുണ്ടായിരുന്നു, എൻ്റെ വല്യപ്പനുണ്ടായിരുന്നു, അതിപ്പോൾ എൻ്റെ ശരീരത്തെയും എഫക്റ്റ് ചെയ്തിരിക്കുകയാണ്. ഇല്ലെങ്കിൽ ഞങ്ങളുടെ ദേശത്ത് മുഴുവനുള്ള ഒരു രോഗം, അത് എനിക്ക്, നിങ്ങൾ ദൈവാനുരൂപമായ പുതു മനുഷ്യനെ നിങ്ങൾ ധരിച്ചു കഴിയുമ്പോൾ ഇതുവരെ നിങ്ങൾ ചുമന്നുകൊണ്ടിരുന്നതിനെ അല്ല നിങ്ങളെ നിയന്ത്രിക്കുന്നത്. ഇതുവരെ നിങ്ങളെ നിയന്ത്രിച്ച ഘടകങ്ങളല്ല നിങ്ങളെ നിയന്ത്രിക്കുന്നത്. സാഹചര്യങ്ങളോ സാധ്യതകളോ, ആമേൻ ഹല്ലേലൂയ, മനുഷ്യരുടെ അഭിപ്രായങ്ങളോ, നിങ്ങളുടെ തന്നെ സാധ്യതയോ, നിങ്ങളുടെ ആരോഗ്യമോ, നിങ്ങളുടെ അറിവോ അല്ല നിങ്ങളെ നിയന്ത്രിക്കുന്നത്. പുതിയ മനുഷ്യനായ ക്രിസ്തു നിങ്ങളുടെ അകത്ത് ആ പുതുക്കം വന്നു കഴിയുമ്പോൾ നിങ്ങൾ അവിടെ നിങ്ങൾ ജയാളികളായിട്ട്, നിങ്ങൾ ഒരിടത്തും നിങ്ങൾ ആർക്കും പരാജയപ്പെടുത്താൻ കഴിയത്തില്ലാത്തൊരു വ്യക്തിത്വമായിട്ട് നിങ്ങൾ മാറുകയാണ്. ഇപ്പോൾ നമ്മളിൽ സംഭവിക്കുന്നൊരു കാര്യം, ആ പുതുക്കം എങ്ങനെ? അകത്തെ ആത്മാവും സംബന്ധിച്ച്, നിങ്ങളുടെ ഉള്ളിലെ ആത്മാവ് സംബന്ധിച്ച്. അപ്പോൾ നിങ്ങളുടെ ഉള്ളിലെ ആത്മാവ് സംബന്ധിച്ച് നിങ്ങൾ ബലം പ്രാപിക്കുമ്പോൾ നിങ്ങളുടെ പുറമെ ഒരു പുതിയ മനുഷ്യനെ നിങ്ങൾ ധരിക്കുക. എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പഴയ പാപം, പഴയ ശാപം, പഴയ രോഗം, ഇതായിരുന്നു ഇത്ര നാൾ നിങ്ങൾ ധരിച്ചുകൊണ്ട് നടന്നത്. നിങ്ങളുടെ നാട്ടുകാർ ഒരു പാപി എന്ന് മുദ്രകുത്തി, രോഗി എന്ന് മുദ്രകുത്തി, ശപിക്കപ്പെട്ടവനെന്ന് മുദ്രകുത്തി, നിങ്ങൾ അങ്ങനെ ഒരു പുറംമൂടി, ഒരു പുറം ചട്ട ലോകം നിങ്ങൾക്ക് തന്നെങ്കിൽ അതിനെ ഉരിഞ്ഞു മാറ്റി നിങ്ങളുടെ അകത്തെ ആത്മാവ് സംബന്ധിച്ച് നിങ്ങൾ പുതുക്കം പ്രാപിക്കുമ്പോൾ നിങ്ങളിൽ പഴയ മനുഷ്യനല്ല വിളങ്ങുന്നത്, ഒരു പുതുക്കം, ഒരു പുതു മനുഷ്യനായിട്ട് നിങ്ങളെ കർത്താവ് മാറ്റുക. അപ്പം നിങ്ങൾ ആ പുതിയ മനുഷ്യനെ ധരിച്ചു കൊള്ളുക. ഇന്ന് ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളോട് ദൈവത്തിൻ്റെ ആത്മാവിൽ ഞാനൊരു ആലോചന പറയട്ടെ. നിങ്ങളുടെ പഴയ മനുഷ്യനെ ഉരിഞ്ഞു കളഞ്ഞിട്ട് ഒരു പുതിയ മനുഷ്യനെ നിങ്ങൾ ധരിക്കണം. അത് നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റിയാണ്. നിങ്ങൾക്ക് പഴയ മനുഷ്യനെ വേണമെങ്കിൽ ചുമന്നുകൊണ്ട് നടക്കാം. ഇതെല്ലാം ഇരിക്കട്ടെ, അങ്ങനെയാണെങ്കിൽ എനിക്ക് കർത്താവിന് വേണ്ടി കൂടുതൽ നിൽക്കാൻ പറ്റത്തുള്ളൂ, അങ്ങനെയാണെങ്കിൽ ഞാൻ അഹങ്കരിക്കാതിരിക്കത്തുള്ളൂ എന്നൊക്കെ നിങ്ങൾ ചിന്തിച്ചുകൊണ്ടിരുന്ന നിങ്ങൾ ഭാരത്തിലാണ്. എന്നാൽ നിങ്ങളെ ജയമായി നടത്തുവാൻ കർത്താവ് മതിയായവനാം. അല്ലെങ്കിൽ ഒരു പുതിയ മനുഷ്യനെ ധരിക്കാനായിട്ട് ഒരുമിച്ച് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. അല്ല, നിങ്ങളുടെ കൂടെ ഞാനും പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ നല്ല ദൈവമേ, ഈ അനുഗ്രഹിക്കപ്പെട്ടതായ സമയത്തിനായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവ്, ഈ സമയത്ത് ഞങ്ങളുടെ സത്യത്തിന് നിമിത്തം വന്നതായ യേശുക്രിസ്തുവിൻ്റെ മരണപുനരുത്ഥാനം കൊണ്ട് ഞങ്ങളിൽ വന്ന വിശുദ്ധിയും നീതിയും യേശുവിൻ്റെ നാമത്തിൽ ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തികളുടെ മേലും യേശുവിൻ്റെ നാമത്തിൽ വെളിപ്പെടട്ടെ. യേശുക്രിസ്തുവിലുള്ള ആ സത്യം, യേശുക്രിസ്തുവിലുള്ള രക്ഷ അവരുടെ ഹൃദയത്തിനകത്ത് പരിവർത്തനം വരുത്തിയിട്ട് ആത്മാവിലുള്ള പുതുക്കം ഇന്ന് കർത്താവ് ജീവിതത്തിൽ ഉണ്ടാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ അവരുടെ പഴയ മനുഷ്യൻ്റെ ബലഹീനത, പഴയ മനുഷ്യൻ്റെ രോഗം, പഴയ മനുഷ്യൻ്റെ ശാപം, പഴയ മനുഷ്യൻ്റെ അന്ധകാരം, പഴയ മനുഷ്യൻ്റെ അവിശ്വാസം യേശുവിൻ്റെ നാമത്തിൽ അത് മാറിപ്പോയിട്ട് പുതുക്കത്തിൻ്റെ ബലം അവരിൽ വെളിപ്പെടുവാനായിട്ട് യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു കർത്താവ്. ഇപ്പോൾ തന്നെ കർത്താവേ, ആ പഴയ മനുഷ്യനെ നിലനിൽക്കുന്ന എല്ലാ ശാപങ്ങളും
എല്ലാ രോഗങ്ങളും യേശുവിൻ്റെ നാമത്തിൽ വരെ വിട്ടുമാറട്ടെ കർത്താവെ. ഒരു പരിപൂർണ സൗഖ്യം, പരിപൂർണമായ വിടുതൽ ഇപ്പോൾ തന്നെ യേശുവിൻ്റെ നാമത്തിൽ കുടുംബ ബന്ധത്തിൽ ആമേൻ ഹല്ലേലൂയ കർത്താവെ. അവരുടെ ഹല്ലേലൂയ രോഗവിഷയത്തിനും എല്ലാ വിഷയത്തിനും ഒരു അത്ഭുതം ഇപ്പോൾ തന്നെ വെളിപ്പെടുന്നതിനായി സ്തോത്രം. കർത്താവിൻ്റെ കരം ഓരോരുത്തരും തൊടുന്നതിനായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു. കൃപയെ സൂക്ഷിക്കണം. മഹത്വം അർക്കപ്പെട്ട കുഞ്ഞാടിന് യേശുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ ആമേൻ. കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ അകത്തെ ആത്മാവ് സംബന്ധിച്ച് പുതുക്കം പ്രാപിച്ചിട്ട് സത്യത്തിൻ്റെ ഫലമായി നീതിയിലും വിശുദ്ധിയിലും സൃഷ്ടിക്കപ്പെട്ട പുതിയ മനുഷ്യൻ. അപ്പോൾ നിങ്ങൾ ആ പുതിയ മനുഷ്യൻ്റെ നിലയിൽ ജീവിക്കാനായിട്ട് നിങ്ങൾ വിശ്വസിക്കുക. കർത്താവ് നിങ്ങളെ തൊട്ടുപോയി. നിങ്ങളുടെ സാക്ഷ്യവും നിങ്ങളുടെ ഹല്ലേലൂയ പ്രാർത്ഥനാ വിഷയങ്ങളും ഈ കാണുന്ന ഇമെയിൽ അഡ്രസ്സിലും അതുപോലെ ഫോൺ നമ്പറിലും ഞങ്ങളെ അറിയിക്കുക. കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.